ഇനി അടുത്ത് 4 വീൽ എങ്ങനെയാണ് ഇതിൻ്റെ എന്ന് നോക്കാം. നമ്മൾ ജീപ്പ് പോലെ അല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിന് 4 വീൽ എൻഗേജ് ചെയ്യാൻ വേണ്ടി ക്ലച്ച് ഓടണം. എന്നിട്ട് ഇതിന് 4 ഉണ്ട്. അതായത് നമുക്ക് ഇതെന്ന് പറയുന്നത് 2H ആണ്. 2H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീൽ ഡ്രൈവ്. ഓക്കെ. പിന്നെ ഇതിന്റെ സെക്കൻഡ് ഒരു മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4H. 4H 4 വീലും 4 വീലും കിട്ടും. പിന്നീട് നമുക്ക് ഒരു ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ HLC എന്ന് പറയും. അതായത് 4H തന്നെ നമുക്ക് ഒരു ലോക്ക് കൂടെ ചെയ്യാം. ലോക്കും കൂടെ നമുക്ക് അത് ജീപ്പിലില്ല. ജീപ്പിലില്ല, പജേറോയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇത് സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്കാണ്. ഇതിന്റെ സെൻട്രലിലെ ലോക്ക് വരുന്നത്. സെൻട്രലിലെ ലോക്കാണ്. ഇതിന് ബാക്കിലും ഡിഫറൻഷ്യൽ ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട്, സെൻട്രലിലും ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ സെൻട്രൽ ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്തിട്ടാണ് ഇത് 4 ടയറും കൂടെ ഒരുമിച്ച് കറങ്ങുന്നത്. ലോക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 4L ഏറ്റവും അവസാനത്തുള്ള 4LLC. അതായത് നമ്മുടെ അതെങ്ങനെ അത് അങ്ങറ്റം പോകും. അങ്ങറ്റം. ഓക്കെ. നമ്മളിപ്പം റോഡിലോടുമ്പോൾ ഏതാണ് ഇടുന്നത്? റോഡിലോടുമ്പോൾ നമുക്ക് 2H ഇടാം, 4H ഇടാം. ഈ 2 ഗിയർ ഇടാം. ഇത് രണ്ടിലും ഉപയോഗിക്കാം. പക്ഷേ 4H കഴിഞ്ഞാൽ കുറച്ച് പെട്രോളൊക്കെ കത്തിത്തീരും, കുറച്ചുകൂടെ വണ്ടിക്ക് പിടുത്തം കൂടുതലായിരിക്കും. വണ്ടി ഇരിക്കും, നമുക്ക് റോഡിൽ ഇരുന്ന് പോകാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ്.